പൊക്കി നോക്കാം. വാ, അടിപൊളി അടിപൊളി. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളിന്ന് ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ ട്രെൻഡിങ് ആണ് ബക്കറ്റ് ചിക്കൻ. ആരൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബക്കറ്റ് ചിക്കൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാം. ഇതൊക്കെ കച്ചറ നമുക്ക് ഒഴിവാക്കണം. വേസ്റ്റാണ് കോഴിൻ്റെ. കുറേ കൊഴുപ്പ് ഇതൊന്നും വേണ്ട. നല്ല ഉള്ളൊക്കെ നല്ലോണം ഇവിടത്തേക്ക് എടുക്കണം. അതിൽ ഇതുപോലെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കഴുകിയെടുക്കാണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. മതി, അടിപൊളി. നമുക്കിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാലയാണ്, കുറച്ച് മുളക് പൊടിച്ചെടുത്തത്. നമ്മൾ മുളക് പൊടി ചേർക്കണ്ട, ഇത് വറമുളക് പൊടിച്ചാണ്, കുരുമുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി കൂടുതലായാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇച്ചിരി ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഒരു നാരങ്ങ പൊടിയാണ് മതി, പകുതി നാരങ്ങ മതിയാണ്, കാരണം നല്ല നീരുണ്ട് ഇതിനകത്ത്. അപ്പോൾ പകുതി മതി. നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ സംഭവം ഉഷാറായി. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കാം. ഇത് നേരിട്ട് ചിക്കനിൽ തന്നെ ഇട്ട് എല്ലാം കൂടി അത്യാവശ്യം പിടിപ്പിക്കുക. പക്ഷേ എല്ലാ സാധനങ്ങളും എല്ലായിടത്തും എത്തില്ല, അതാ പ്രശ്നം. അപ്പോൾ ഇതുപോലെ മസാല മിക്സ് ചെയ്ത് തേക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിയിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാം. കോഴിയിൽ നല്ലപോലെ ഈ മസാല അപ്ലൈ ചെയ്ത് നോക്കാം. എല്ലാ ഭാഗത്തും എത്തണം. ഈ ലൈനിനകത്തൊക്കെ കയറ്റി കൊടുത്താൽ ശരിക്കും മസാല ഇറങ്ങണം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്കിതിനകത്ത് തിരികെ ഇപ്പം നല്ലൊരു മണം കിട്ടും. ഓക്കെ, റെഡി. ഇതിലാണ് നമ്മൾ ചിക്കനെ വെച്ച് ചുടാൻ പോണത്. അതൊന്ന് ചെറിയൊരു തടസ്സങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ആഞ്ഞെടുത്താൽ സൂപ്പറായി. ഇനി നമുക്ക് ഈ കുറ്റിനെ ഇതിലടിച്ചിറക്കാം. ഇത്തിരി നീളം കൂടുതലായിരുന്നു, നമ്മളതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇതൊന്നും വേണ്ട, ബക്കറ്റിൽ നിന്നാൽ മതി. ഇനി നമുക്കൊരു ഇല വെച്ച് കൊടുക്കാം താഴെ. അപ്പോൾ ഇലൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് കയറിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ഇലനെ ഈ സൈഡും വെച്ച് കൊടുത്താൽ ആ ഗ്യാപ്പ് ഫില്ലാവും. നമുക്ക് ചിക്കനെ ഇതിനകത്ത് ഇറക്കി വെക്കണം. മാക്സിമം ബക്കറ്റിൽ മുട്ടാതെ വെക്കണം. നമുക്കിതിന് കമ്പി കൊണ്ട് ഇവിടെ ഒരു കെട്ട് വെക്കാം. കാലിങ്ങനെ ഇരിക്കട്ടെ, കാലിൽ നെടിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ബക്കറ്റ് എടുത്തിട്ട് ഇനി ഇതിനെ അടച്ച് വെക്കണം. ബക്കറ്റിൽ ചിക്കൻ മുട്ടരുത്, അതുപോലെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടാകാനും പാടില്ല. അടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എയർ വരും.
ഒരു പഴയ ബക്കറ്റാണ് നല്ലത്. ബക്കറ്റ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതില്ല. മതി. അതിന് കുറച്ച് ഓല ഇതിങ്ങനെ ചാരി വയ്ക്കാം. ഇത് വിറക് വെച്ചാൽ പെട്ടെന്ന് കത്തില്ല. ഇനി നമുക്ക് വിറക് ചാരി വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും കത്തും. വിറക് പതുക്കെ വെച്ച് കൊടുക്കാം. നല്ല ഉണക്ക വിറക് വെച്ചാൽ നല്ലോണം കത്തും. ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതാവുണ്ട്, അത്രയേ ഉള്ളൂ. ചിക്കനല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തീ കൊടുക്കാം. കുറച്ച് കർപ്പൂരം വെച്ചിട്ട് ഒരു 2-3 ഭാഗത്ത് കത്തിച്ച് വിട്ടാലേ ശരിക്കും കത്തുള്ളൂ. അപ്പോൾ അപ്പുറത്ത് തീ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും കത്തിച്ച് വിടാം. രണ്ട് മൂന്ന് ഭാഗത്ത് കത്തിയാൽ എല്ലാം അവിടെ പിടിച്ചു സംഭവം. ഓക്കെ, റെഡി. ഇപ്പോഴത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തിക്കോണം. കർപ്പൂരം കുറച്ച് മൂന്നിട്ട് കൊടുക്കാം, കത്തട്ടെ. സംഗതി ആയിട്ടുണ്ടാവും. നമ്മളിതൊക്കെ കത്തി കഴിഞ്ഞു. മതി. ഇനി കത്തി ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു ബക്കറ്റ് മെല്ലെ പൊക്കി നോക്കാം. വാ, അടിപൊളി അടിപൊളി. സംഭവം ഉഷാറായിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമുക്കിന് അഴിച്ചു വിടാം. അഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഊരിയെടുക്കാം. ഒരു കാലിലൊരു കെട്ട് കെട്ടിക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞോ, അപ്പുറത്ത് പിഴുകി. നാരങ്ങയൊക്കെ പിഴിഞ്ഞാൽ അതെ, നമ്മുടെ ബക്കറ്റ് ചിക്കന് ഞാൻ ഈ സൈഡിലെ കാല് നല്ല പൂമ്പഴം പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളി. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ശരിക്കും. അല്ലേ, മസാലയൊക്കെ അടിപൊളി കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്, ബക്കറ്റിലുണ്ടാക്കുമ്പോണ്ടല്ലോ നല്ല തിക്നെസ് ഉള്ള ബക്കറ്റ് തന്നെ വേണം. ഇല്ലെങ്കിൽ ബക്കറ്റ് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. നല്ല തിക്നെസ് ഉള്ള ഇരുമ്പിൻ്റെയോ അലുമിനിയത്തിൻ്റെ ബക്കറ്റ് ഉപയോഗിക്കുക അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഫയർ കൊടുക്കുമ്പോൾ ആ സാധനം ഉരുകി പോവും. നല്ല ഫയറിലൊരു 15-20 മിനിറ്റ് ഇരുന്നാലേ സംഗതി ശരിക്കും വേവുള്ളൂ. നമ്മുടെ ഫയർ കൂടുതലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇത് വേണം നമുക്ക്. ഒരുപാട് കരിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളെന്താ പറയുക, ഒരുപാട് ചോരവേനായിട്ട് കാര്യമില്ല. ഇതാണ് ശരിക്കും ഗ്രില്ല് ചെയ്യണ ഒരു ഇതൊക്കെ കിട്ടില്ലേ, ആ ഒരു ഭംഗി. സംഭവത്തിന് അടിപൊളിട്ടാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല കഴിക്കേ. ഇതൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചാണ്. വെള്ളിരിക്കാം,
കാല് ഭാഗം കഴിച്ച് നോക്ക്, നല്ല സൂപ്പറായിട്ട് ഇതാ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം, കാലിൻ്റെ ആ ഒരു സ്ഥലമേ. മസാല അല്ലേ, ഇഞ്ചി വെളുത്തുള്ളും ചേർത്തില്ല ചേട്ടാ, ഇഞ്ചി വെളുത്തുള്ളും ചേർക്കാത്തൊരു മസാലയാണ്. എനിക്ക് നല്ല സൂപ്പറായിട്ട് സംഭവം. ഞങ്ങളൊരു 15-20 മിനിറ്റ് അത് നല്ല തീരൊന്ന് വേവിച്ചു. പിന്നെ അതിൻ്റെ കനലൊക്കെ ചുറ്റുവിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ട്രൈ ചെയ്യുക. അതുകൊണ്ടാ അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. പൊളി സംഭവം പൊളി.